AK ആൻ്റണി പ്രതിരോധ മന്ത്രിയായിരുന്നപ്പോഴത്തേക്കും നമ്മുടെ റെസ്റ്റോറൻറ്റിൽ വന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ പോയി പരിചയപ്പെട്ടെന്ന് ചോദിച്ച് ഇതെല്ലാം വേറെ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാറിൻ്റെ പുറകോട്ട് നോക്കിയാലേ ഞാൻ പറയാമെന്ന് പറഞ്ഞു. നല്ല ഭക്ഷണം കൊടുക്കുന്നവരെല്ലാവരും ബഹുമാനിക്കും. കാര്യം അത് ഞങ്ങൾ തെളിയിച്ചാണ് ഞങ്ങളുടെ റെസ്റ്റോറൻറ്റ് വഴി. ഈ ഞങ്ങളുടെ AVSനെ ഒരു ജനപ്രിയ ബ്രാൻഡാക്കിയത് ഞങ്ങളുടെ റെസ്റ്റോറൻറ്റുകളാണ്. കുട്ടനാട്ടിലെ മണ്ണിലെ അമ്ലം വളരെ അതായത് pH ലെവല് നമുക്ക് നെൽകൃഷിക്ക് വേണ്ട pH ലെവല് 6.5 to 7 ആണ്. അങ്ങനെ ഉള്ളിടത്ത് നെല്ല് നല്ല വിളവ് കിട്ടും. പക്ഷേ കുട്ടനാട്ടിലെ മണ്ണിൻ്റെ pH എന്ന് പറഞ്ഞാൽ below 5 ആണ്. പ്രളയം ഞങ്ങൾക്കെല്ലാം ഒത്തിരിയേറെ നഷ്ടങ്ങൾ വരുത്തിയെങ്കിലും ശരിക്കും ഞാൻ ആ പ്രളയം ഞാനും എൻ്റെ വൈഫും എൻ്റെ 2 പിള്ളേരും മാത്രമേ ഈ നാട്ടിലുണ്ടായിരുന്നുള്ളൂ. എങ്ങനെയുണ്ട് എന്ന് നമ്മളെല്ലാം ചോദിക്കുന്നതാണ്. ആ ചോദ്യം ചോദിക്കരുതെന്ന് പറയുന്നത് കസ്റ്റമർക്ക് ഏറ്റവും നല്ല പ്രോഡക്റ്റ് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വിലയല്ല പ്രശ്നം, നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് കിട്ടാൻ. ലൈഫ് സ്റ്റോറീസിൽ ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് കുട്ടനാട്ടിലെ ഒരു കർഷകനാണ്. കർഷകൻ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, AV's ഫുഡ്സ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു ഉടമയും കൂടിയാണ് മിസ്റ്റർ AV ജോർജ്. ജോർജ് സർ, AV's എന്ന് പറയുന്നത് എന്താണ്? സിമ്പിളാണ്. കാരണം ഞങ്ങൾക്കെല്ലാം നമുക്കെല്ലാവർക്കും ആദ്യം ഒരു ഇനിഷ്യൽ കാണുമല്ലോ AV, അരിശ്ശേരിയിൽ വക്കച്ചൻ അല്ലെങ്കിൽ എലിക്കുട്ടി വക്കച്ചൻ. ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് എലിക്കുട്ടി വക്കച്ചൻ. കാരണം വെച്ചാൽ എൻ്റെ പേരൻസിൽ നിന്നാണ് എനിക്കെല്ലാം കിട്ടിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു സ്ഥാപനം നടത്തുന്നുണ്ടെങ്കിൽ ആ ഒരു നിലയിലേക്ക് എത്താൻ പറ്റിയത് തീർച്ചയായിട്ടും പേരൻസിൻ്റെ അങ്ങേയറ്റത്തെ പ്രാർത്ഥനയും അവരുടെ അനുഗ്രഹം കൊണ്ടാണ്. അപ്പം തീർച്ചയായിട്ടും കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് എലിക്കുട്ടി വക്കച്ചൻ എന്നാണ്. എലിക്കുട്ടി വക്കച്ചൻ എന്നാണ്. ശരിക്കും പാരൻസ് എന്തായിരുന്നു സാറിൻ്റെ പാരൻസ് എന്ന് പറയുന്നത്? അവരെന്തായിരുന്നു? ഹൗസ് വൈഫായിരുന്നു. പക്ഷേ എൻ്റെ ഫാദർ എനിക്ക് ഓർമ്മ എന്നുവെച്ചാൽ എനിക്ക് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് 1946 കുട്ടനാട്ടിൽ നിന്നും മലബാറിലെ 30 പേരുമായിട്ട് നെൽകൃഷി ചെയ്യാൻ പോയിട്ടുണ്ട്. അത്രയേറെ സാഹസം അദ്ദേഹം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെയൊക്കെ നോട്ടത്തിൽ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ 3 വർഷത്തോളം ഇവിടുന്ന് മലബാറിൽ പോയി കൃഷി ചെയ്യും. അവിടുത്തെ ഒരു പള്ളിയുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, കുട്ടനാട്ടിൽ നിന്ന് ഇങ്ങനെ കുറച്ച് പേര് ഇവിടെ വന്ന് നെൽകൃഷി ചെയ്യും, തന്മൂലം ഇവിടെ ഉള്ളവർ കൃഷിയിൽ ആകർഷകരായി അങ്ങനെ നെൽകൃഷിയുടെ വ്യാപകമായി എന്നും പറഞ്ഞുകൊണ്ട് പള്ളിയുടെ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ടത്. എനിക്ക് തോന്നുന്നത് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ടാണെങ്കിലും അദ്ദേഹം മില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ കുട്ടനാട്ടുകാർക്ക് ഏറ്റവും കൂടുതലുള്ള നെല്ല് പുഴയും കുത്തി ഉണക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അങ്ങനെ പുഴയും കുത്തിക്കൊണ്ട് വരുന്ന നെല്ല് കുത്തി കൊടുക്കുന്ന ഒരു മില്ല്, പിന്നെ പലചരക്ക് വ്യാപാരം, ഇങ്ങനെ ഈ മേഖലയിലെല്ലാം അദ്ദേഹം വ്യാപൃതനായിരുന്നു. പക്ഷേ എന്തോ ആണെങ്കിലും ആ ഒരു പാരമ്പര്യം പിന്തുടരാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അത് കുറച്ച് ബുദ്ധിമുട്ടുകൾ അതൊരു ബിസിനസ്സിൻ്റെ ഭാഗമാണ്. അല്ലാണ്ട് ബുദ്ധിമുട്ടുകൾ എല്ലാവരും അതിനെ വളരെ വലുതായിട്ട് പറയുമ്പോഴത്തേക്കും ശരിക്കും ബുദ്ധിമുട്ടുകളിലൂടെ വന്നെങ്കിൽ മാത്രമേ നമുക്ക് എളിമപ്പെടാനും നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പഠിക്കുവാനും സാധിക്കുള്ളൂ. പക്ഷേ അത് വളരെ ആ ബുദ്ധിമുട്ടുകളെ ഭംഗിയായിട്ട് ഏറ്റെടുക്കുവാനും ഈ ഒരു ഇവിടം വരെ വരുവാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. സാർ, എന്തൊക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പം ഞങ്ങൾ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഒരു 4 വർഷം മുമ്പ് നമ്മുടെ പ്രതിരോധ മന്ത്രിയായിരുന്നു AK ആൻ്റണി പ്രതിരോധ മന്ത്രിയായിരുന്നപ്പോഴത്തേക്കും നമ്മുടെ റെസ്റ്റോറൻറ്റിൽ വന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ പോയി പരിചയപ്പെട്ടെന്ന് ചോദിച്ച് ഇതെല്ലാം വേറെ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാറിൻ്റെ പുറകോട്ട് നോക്കിയാലേ ഞാൻ പറയാമെന്ന് പറഞ്ഞു. എനിക്ക് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പുറകിൽ ഞങ്ങളുടെ കൃഷി ഭൂമിയാണേ. അപ്പോൾ ഞാൻ പറഞ്ഞു സാർ, ഞാൻ ഇവിടുന്നാണ് തുടങ്ങിയത്. ഞാനൊരു കർഷകനായിട്ട് തുടങ്ങി. ഡിഗ്രി കോളേജ് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും പാരമ്പര്യമായിട്ട് കിട്ടിയ ഭൂമിയാണ്. അങ്ങനെ വന്നപ്പോഴത്തേക്കും ആ നെല്ലിന് അന്നത്തെ കാലത്ത് നമുക്ക് വിൽക്കുവാനോ അല്ലെങ്കിൽ വിൽക്കുന്നതിനുള്ള വില കിട്ടാതെ വന്നപ്പോഴത്തേക്കാണ് ഇതിന് ഞാനൊരു ബൈ പ്രോഡക്റ്റ് ആക്കാമെന്ന് കരുതിയാണ് കുത്തി അരിയാക്കി അരിപ്പൊടി എന്നുള്ള ഒരു മേഖലയിലോട്ട് ഞാൻ കയറിയത്. ശരിക്കും അന്നത്തെ കാലത്ത് അരിപ്പൊടി ബ്രാൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാലമായിരുന്നു. കാരണം വെച്ചാൽ എല്ലാവരും അരിപ്പൊടി വീട്ടിലേ ഉണ്ടാക്കുകയുള്ളൂ. അപ്പം ആ സമയത്ത് അത് മാർക്കറ്റ് ചെയ്യാണ്ട് വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയുണ്ടായി. പക്ഷെ എന്നാലും അതിനകത്ത് പിടിച്ച് നിന്നുകൊണ്ട് ഇന്ന് ബേസായിട്ട് ഈ പുട്ടുപൊടി ഉണ്ടാക്കുന്ന ഒരു നല്ല പ്ലാന്റ്, അതായത് പ്രത്യേകിച്ച് കേരളത്തിലെ ഏറ്റവും ഹൈജീനായിട്ടുള്ള, പ്രത്യേകിച്ച്
തദ്ദേശവാസികൾ കൂടുതലും ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനം. കൂടുതൽ ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇഷ്ടപ്പെടുന്ന അതാണ്. ഓരോ പ്രാദേശികത്വം എന്ന് പറയും. കുട്ടനാട് എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ മാത്രമായിട്ടുള്ള തനത് വിഭവങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവിടുത്തെ ആൾക്കാർ തന്നെ അത് കൈകാര്യം ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക രുചിയും അതിനൊരു പ്രത്യേക ഒരു നിലവാരവും ഉണ്ടാകും. ആ നിലവാരത്തിലൂടെ വളർത്തുവാനും അങ്ങനെ ഒരു നല്ല പ്രോഡക്റ്റ് മാർക്കറ്റിൽ എത്തിക്കാനും അതിനെ ഈ ഒരു നല്ല നിലയിൽ എത്തിക്കുവാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. സർ, അപ്പോൾ ഈ കർഷകൻ എന്ന രീതിയിൽ ഒരു പുട്ടുപൊടി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിലേക്കാണ് മാറിയത്. പിന്നീട് ഒരു ഹോട്ടലിലേക്ക് എങ്ങനെയാണ് വന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ വന്നതാണോ? അല്ല, ശരിക്കും ഈ പുട്ടുപൊടി ഞങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ തന്നെ എൻ്റെ ജീവനക്കാരോട് പറയാറുണ്ട്, ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും ശരിക്കും നമ്മൾ പുറത്ത് പറയല്ലോ, പക്ഷേ ഉള്ളിൽ നമുക്കൊരു അഹങ്കാരം വേണമെന്ന്. കാരണം ഇത്രയ്ക്കും നല്ലൊരു പൊടി അല്ലെങ്കിൽ ഇത്രയ്ക്കും നല്ലൊരു പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്നുള്ള ഒരു മാനസികമായിട്ടുള്ളൊരു അഹങ്കാരം, ആ ഒരു അഹങ്കാരത്തിൽ നിന്നാണ് നമ്മൾ പ്രോഡക്റ്റിനെ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ ആ ഒരു നിലയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇതിനെ മാർക്കറ്റ് ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ലത് നമുക്ക് തന്നെ. മനസ്സിലായ ആൾക്കാർക്ക് ഇന്നത്തെ കാലത്ത് ഏറ്റവും ആൾക്കാർക്ക് പാഷനുള്ളത്, ഏറ്റവും അഡിക്റ്റ് ആകുന്നതും ഭക്ഷണത്തിലൂടെയാണ്. നല്ല ഭക്ഷണം കൊടുക്കുന്നവരെ എല്ലാവരും ബഹുമാനിക്കും. കാര്യം അത് ഞങ്ങൾ തെളിയിച്ചാണ് ഞങ്ങളുടെ റെസ്റ്റോറൻറ്റ് വഴി. ഈ ഞങ്ങളുടെ AVSനെ ഒരു ജനപ്രിയ ബ്രാൻഡാക്കിയത് ഞങ്ങളുടെ റെസ്റ്റോറൻറ്റുകളാണ്. എവിടെയൊക്കെയാണ് സാർ റെസ്റ്റോറൻറ്റുകൾ? ഇപ്പം ഞങ്ങൾക്കുള്ളത് NH കൂടെ പോകുമ്പോഴത്തേക്കും ആലപ്പുഴ പറവൂരുണ്ട്, MC റോഡിലൂടെ പോകുമ്പോഴത്തേക്കും തിരുവല്ല പെരുന്തുരുത്തിയിലുണ്ട്. ഇതിനെ രണ്ടും കണക്ട് ചെയ്ത് ആലപ്പുഴ ചൈനീസ് റോഡിൽ പോകുമ്പോഴത്തേക്കും ഒന്നാങ്കരയിൽ ഞങ്ങൾ ഈ അടുത്ത ആഴ്ചയിൽ പുതിയ ഓപ്പൺ ചെയ്യണം. ഞങ്ങൾ ആദ്യം തുടങ്ങിയത് ഞങ്ങളുടെ AC റോഡിലായിരുന്നു, പക്ഷേ റോഡിൻ്റെ വൈഡനിങ് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ നിർത്തിയായിരുന്നു. ഇപ്പം വീണ്ടും അത് ഭംഗിയായിട്ട് അടുത്ത എനിക്ക് തോന്നുന്നത് നവംബർ 30 ഓപ്പൺ ചെയ്യാമെന്നുള്ളൊരു കണക്കിലിരിക്കുകയാണ്. എത്ര തൊഴിലാളികളുണ്ട് സാറിൻ്റെ കൂടെ? ഇപ്പോൾ എനിക്കൊരു 240 പേരോളം ഹോട്ടൽ ഉൾപ്പെടെ തൊഴിലാളികളായിട്ടുണ്ട്. എല്ലാ മേഖലയിലും കൂടി ചേർത്തിട്ടാണ്. ഓക്കെ. ഈ പുട്ടുപൊടി എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡ് നമ്മൾ വിദേശത്തേക്ക് കയറ്റി അയക്കുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എക്സ്പോർട്ടിങ് എങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ശരിക്കും ഞങ്ങളത് ചെയ്യുന്നുണ്ട്. US പോകുന്നുണ്ട്, ഞങ്ങൾ പിന്നെ UAE പോകുന്നുണ്ട്, ഞങ്ങൾ പലയിടത്തോട്ടും കയറ്റി ചെയ്യുന്നു. പക്ഷേ എങ്കിലും ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ നാട്ടിലെ മാർക്കറ്റാണ്. കാരണം വെച്ചാൽ പുട്ടുപൊടി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മുടെ മലയാളികളാണ്. പിന്നെ ഞങ്ങളെപ്പോലുള്ള പ്രാദേശിക യൂണിറ്റുകൾക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ഞങ്ങളെപ്പോഴും ഒരു പ്രദേശത്ത് ഞങ്ങളുടേതായിട്ടുള്ള ഒരു ഐക്കൺ ഉണ്ടാക്കിയെടുക്കും. കാരണം നമ്മളൊരു എക്സ്പോർട്ട് മാത്രം നമ്മൾ ഓറിയൻറ്റഡ് ആയിട്ട് പോവുകയാണെങ്കിൽ നാളെ വരാവുന്ന ഏതെങ്കിലും ഒരു അവസരോചിതമായിട്ടുള്ള മാറ്റങ്ങളാൽ ഞങ്ങൾ ഒരുപക്ഷെ മാർക്കറ്റിങ്ങോ അല്ലെങ്കിൽ മുന്നോട്ടുള്ള പോക്കോ വളരെ ബുദ്ധിമുട്ടായിട്ട് വന്നേക്കാം. പക്ഷെ ഒരു പ്രാദേശിക യൂണിറ്റ് എന്നുള്ളൊരു ഖ്യാതി നമുക്ക് നേടിയെടുത്തു കഴിഞ്ഞാൽ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് പെട്ടെന്ന് മാറില്ല. തീർച്ചയായിട്ടും നമുക്കത് നിലനിർത്താനും പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. ജോർജ് സാറിൻ്റെ കുടുംബത്തെക്കുറിച്ചൊന്ന് പറയാമോ? തീർച്ചയായിട്ടും. എനിക്ക് 2 മക്കളാണുള്ളത്. മൂത്തയാളുടെ പേര് വക്കച്ചൻ. അദ്ദേഹം ഇപ്പം MBA കഴിഞ്ഞിട്ട് എൻ്റെ കൂടെ ഞങ്ങളുടെ മാർക്കറ്റിംഗ് അദ്ദേഹമാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ ആൾ ചാക്കോച്ചൻ, അങ്ങേര് എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, MBAയും കഴിഞ്ഞു. ഇപ്പം ഞങ്ങൾ പുതിയ ഒരു മില്ലിൻ്റെ പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ചാർജിലാണ്. ഒരു വലിയ ദൈവാനുഗ്രഹം. രണ്ടുപേരും ബിസിനസ്സിൽ എന്നെ സഹായിക്കാനായിട്ട് രണ്ടുപേരും മനസ്സ് വെച്ച് വന്നു എന്നുള്ളൊരു വലിയ ഭാഗ്യമാണ്. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ പേരൻസിൻ്റെ കൂടെ ഒരു പ്രാർത്ഥനയുടെ ഫലമായിരിക്കാം അത് മുന്നോട്ട് തുടർന്ന് പോകാനുള്ള ഒരു ധൈര്യം അവർ കാണിച്ചതും അങ്ങനെ മുന്നോട്ട് വരുന്നതും. പിന്നെ എൻ്റെ ഭാര്യ ഹൗസ് വൈഫാണ്. കാര്യം ഞങ്ങൾക്ക് വേണ്ട എല്ലാ ദൈവാനുഗ്രഹങ്ങളും കിട്ടുന്നതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ വേണമല്ലോ. അപ്പോൾ അങ്ങനെ ഹൗസ് വൈഫായിട്ട് അദ്ദേഹത്തിൻ്റെ വീട് മുഹമ്മയിലാണ്, മുഹമ്മ പട്ടാറ എന്ന് പറയും. എൻ്റെ വീട്ടുപേര് അരേശ്ശേരിയിൽ നിന്നാണ്, അതായത് പുളിങ്കുന്ന് വച്ചാറമ്പിൽ അരേശ്ശേരി. അങ്ങനെ ഞങ്ങൾ പുളിങ്കുന്ന് ബേസ്ഡാണ്. സാർ, ഇപ്പോൾ മക്കളുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, സാധാരണ കേരളത്തിൽ നിന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാവരും പഠിച്ച് വിദേശത്തേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ വിദേശ പഠനം, വിദേശ ജോലി, അങ്ങനെയാണ് എല്ലാവരും നോക്കുന്നത്. എസ്പെഷ്യലി MBA പോലുള്ള ഒരു കോഴ്സ് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ വിദേശത്ത് നിന്ന് MBA എടുക്കുക, അല്ലെങ്കിൽ MBA എടുത്തിട്ട് വിദേശത്തേക്ക് പോകുക എന്നുള്ളതാണ്. ആ ഒരു സാഹചര്യത്തിൽ സാറിനെ പോലത്തെ ഇങ്ങനൊരു ബേസ് ഉള്ള ഒരു വ്യക്തിയുടെ 2 മക്കൾ എന്തുകൊണ്ടാണ് നാട്ടിൽ തന്നെ സെറ്റിൽഡ് ആവുന്നത്? നമ്മുടെ നാട് എന്ന് പറയുന്നത് ഒത്തിരിയേറെ സാധ്യതകളുള്ളതാണ്. ഒരു പരിധിവരെ ഞങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങളിലെ, വീട്ടിലെ വർത്തമാനങ്ങളിലെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയോഗിക്കുന്നതും ഉപയോഗിക്കുന്ന വർത്തമാനങ്ങൾ കൂടുതലും നമ്മുടെ നാടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ അവസരങ്ങൾ എങ്ങനെ നമുക്ക് പ്രയോജനപ്പെടുത്താം, അല്ല നമ്മുടെ നാട്ടിൽ കാരണം വെച്ചാൽ ഞങ്ങൾ പുളിങ്കുന്നൽ സെറ്റിൽ ചെയ്തൊരു ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ നിലനിൽപ്പ് ഞങ്ങളെപ്പോഴും ചിന്തിക്കാറുണ്ട്, ഞങ്ങൾ അതിനെപ്പറ്റി പറയാറുണ്ട്. ആ ഒരു രീതി വരുമ്പോഴത്തേക്കും എന്തൊക്കെ നമുക്കിവിടെ റിസോഴ്സസ് നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതിനെപ്പറ്റി ഉള്ള ഷെയറിങ് ഞങ്ങൾ തമ്മിൽ നന്നായിട്ട് ചെയ്യാറുണ്ട്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ അതിനകത്തുനിന്നുള്ള ഇൻസ്പിറേഷൻ ആയിരിക്കും അവർക്ക് ഇട്ടിരിക്കുന്നത്. വെച്ചാൽ ഇവിടെ
ഒളിഞ്ഞിരിക്കുന്ന ഒത്തിരിയേറെ തൊഴിലവസരങ്ങൾ, ഒത്തിരിയേറെ സാധ്യതകൾ ഉള്ളൊരു നാട്, ഇത്രയും മനോഹരമായിട്ടുള്ള നാട്ടിൽ ഈ വിട്ടു പോകുക എന്ന് പറയുന്നത് ഒരു പക്ഷേ അവർക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നിയുകൊണ്ടായിരിക്കാം ഈ നാട്ടിനെ അവർ സ്വീകരിച്ചത്. എത്രത്തോളം സാധ്യതകളാണ് സർ നമുക്ക് ഈ കുട്ടനാട്ടിൽ ഇപ്പോൾ ഉള്ളത്? പറഞ്ഞു വരേണ്ടതാണെങ്കിൽ അനന്തമായ സാധ്യതകളാണ്. ഏതാണെന്ന് വെച്ചാൽ ഈ എസ്പെഷ്യലി കാർഷിക മേഖലയിൽ തന്നെ വളരെയേറെ സാധ്യതകളുണ്ട്. പക്ഷേ ഈ കാർഷിക മേഖല, ഇപ്പം ഞാനൊരു കൃഷിക്കാരനാണ്, ഇപ്പോഴും ഞാൻ കൃഷിയെപ്പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്തിടെ കിട്ടിയ വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ കാർഷിക മേഖലയിൽ കുറച്ചും കൂടെ ഈ പുതിയ ടെക്നോളജി, പുതിയ എൻജിനീയറിങ് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ, എൻ്റെ ചെറിയ ഉദാഹരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കുട്ടനാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടനാട്ടിൽ നമ്മുടെ കൃഷിഭൂമി മുഴുവൻ നെൽകൃഷി മാത്രമേ ചെയ്യാവൂ എന്നുള്ളൊരു നിയമമുണ്ട്. അപ്പം ലാൻഡ് യൂട്ടിലൈസേഷൻ ആക്ട് അനുസരിച്ച് ഇവിടെ നെൽകൃഷി മാത്രമേ പറ്റുള്ളൂ. പക്ഷേ ആ നെൽകൃഷി മാത്രം നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് നെൽകൃഷിക്ക് ഉള്ള പ്രത്യേകത, എന്ത് ചെയ്താൽ നെൽകൃഷിക്ക് കൂടുതൽ ഈൽഡ് കിട്ടും, ഇങ്ങനെയുള്ള സാധ്യതകളെ പറ്റിയുള്ള പഠനം വളരെ കുറവാണ്. അല്ലെങ്കിൽ അത് നടപ്പിലാക്കാനായിട്ടുള്ള പിന്നെ സേവനങ്ങൾ വളരെ കുറവാണ്. അതിനെപ്പറ്റി കുറച്ചും കൂടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ കുട്ടനാട്ടിലെ മണ്ണിലെ അമ്ലം വളരെ, എന്ന് വെച്ചാൽ pH ലെവല് നമുക്ക് നെൽകൃഷിക്ക് വേണ്ട pH ലെവല് 6.5 to 7 ആണ്. അങ്ങനെ ഉള്ളിടത്ത് നെല്ല് നല്ല വിളവ് കിട്ടും. പക്ഷെ കുട്ടനാട്ടിലെ മണ്ണിൻ്റെ pH എന്ന് പറഞ്ഞാൽ ബിലോ 5 ആണ്. അത് 4.5 ആണ് ആവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ 5-ന് താഴെയുള്ള ഈ മണ്ണിൽ നമ്മൾ മുഴുവൻ വളവും കൊടുത്ത് അതുപോലെ കാശ് മുടക്കി ചെയ്താൽ പോലും നമുക്ക് കിട്ടുന്ന ഈൽഡ് വളരെ കുറവായിരിക്കും. പക്ഷേ ഈ പറഞ്ഞ 6.5-ന് മുകളിൽ നമ്മുടെ pH ലെവൽ വരുത്തുവാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ വിളവും ഒത്തിരി മാറ്റം വരും. അതുപോലെ വളരെ ഫെർട്ടൈലായിട്ടുള്ള വളരെ നല്ല വിളവ് മാത്രമല്ല, ഈ നെല്ലിൻ്റെ ക്വാളിറ്റി നമുക്ക് ഒത്തിരി മാറ്റം വരും. ഇങ്ങനെ ഇതൊക്കെ സാങ്കേതികമായിട്ട് ആ ഒരു രീതിയിൽ വളർത്തിക്കൊണ്ട് വരേണ്ടതാണ്. അങ്ങനെയുള്ള ബോധം, അങ്ങനെയുള്ള അറിവുകൾ കൃഷിക്കാർക്ക് കൊടുത്ത് അതിന് വേണ്ട കാര്യങ്ങൾ ഗവൺമെൻറ് ഈ കാര്യത്തിൽ കുറച്ച് ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ ഞങ്ങൾക്ക് സബ്സിഡി ഐറ്റത്തിൽ കക്ക തരുന്നുണ്ട്, അല്ലെങ്കിൽ ഡോളമൈറ്റ് തരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ ആവശ്യകതയെപ്പറ്റി കൃഷിക്കാരനെ പറഞ്ഞ് പഠിപ്പിക്കുന്ന കാര്യത്തിൽ അത്ര സപ്പോർട്ടിങ് വരുന്നില്ല. കാരണം എന്തുകൊണ്ട് കക്ക ഉപയോഗിക്കണം, എന്തുകൊണ്ട് ഡോളമൈറ്റ് ഉപയോഗിക്കണം, മണ്ണിൻ്റെ pH ലെവൽ എത്രയാണ് നമുക്കുള്ളത്, അതൊന്നും അത്ര ബോധകളല്ല ഇവിടുത്തെ കൃഷിക്കാർ. പക്ഷെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂട്ടുകയാണെങ്കിൽ ഇവിടുത്തെ കൃഷിക്കാരുടെ വരുമാനം നമുക്ക് അവൻ്റെ ചിലവുമുണ്ട് ബുദ്ധിമുട്ടുമുണ്ട്, പക്ഷെ വരുമാനം നമുക്ക് ഒത്തിരി കൂട്ടാൻ സാധിക്കും. സർ, ഒരു കുട്ടനാട്ടിലെ ഒരു കർഷകൻ എന്നുള്ള രീതിയിൽ അറിയപ്പെടാനാണോ സാറിന് താല്പര്യം, ഇല്ലെങ്കിൽ ഒരു സംരംഭകൻ എന്ന രീതിയിൽ അറിയപ്പെടാനാണോ സാറിന് താല്പര്യം? സത്യം പറഞ്ഞാൽ കർഷകർ എന്ന് പറയുന്നത് ഒരു വലിയ ഉത്തരവാദിത്തമുള്ള ജോലിയാണ്. കാരണം വെച്ചാൽ കർഷകർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒത്തിരി അഭിമാനം തോന്നുന്നതാണ്. ഒരു നാടിനെ തീറ്റിപ്പോറ്റും വേണ്ടി അഹോരാത്രം വർക്ക് ചെയ്യുന്ന ഒരു ജനതയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. കാരണം വെച്ചാൽ ഞങ്ങൾ കുട്ടനാട്ടുകാരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ വരുമാനം നോക്കിയല്ല ജീവിക്കുന്നത്. വരുമാനത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും കുറവുള്ള ആൾക്കാരാണ് കുട്ടനാട്ടുകാർ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ ഇപ്പോൾ ഒരു 4 മാസം 5 മാസമാണ് കൃഷിയുള്ളത്. ഈ 5 മാസത്തെ കൃഷി കൊണ്ട് ഒരു ശരാശരി കർഷകരെ സംബന്ധിച്ചോളം അവന് വരുമാനം കണക്കൂട്ടി കഴിഞ്ഞാൽ വളരെ കുറവ് തന്നെയാണ്. ഈ 5 മാസം വരുമാനം കൊണ്ട് വേണം അവൻ 12 മാസം ജീവിക്കാനായിട്ട്. നെൽകൃഷി മാത്രമാണ് അവൻ്റെ വരുമാനം. പക്ഷേ ആരോടും വലിയ പരിഭവമൊന്നും ഇല്ലാതെ എല്ലാ വർഷവും ഇത്തവണ ഇച്ചിരി വിളവ് കുറഞ്ഞാലും അടുത്ത വർഷം നമ്മൾക്ക് വിളവ് കൂടുതൽ കിട്ടുമെന്നുള്ള പ്രതീക്ഷ, അതാണ് ഈ കുട്ടനാട്ടുകാരൻ്റെ ഏറ്റവും വലിയ, അവൻ്റെ സ്വപ്നങ്ങൾ ഒത്തിരി വലുതാണ്. അപ്പോൾ ആ നല്ല സ്വപ്നങ്ങൾ പേറുന്ന ഒരു ആൾക്കാരായതുകൊണ്ടായിരിക്കാം ദൈവം ഇവർക്ക് ഒത്തിരി വലിയ ഒരു നിധി ഇവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ശരിക്കും കുട്ടനാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു വലിയ നിധി തന്നെയാണ്. ഈ അടുത്തിടെയുള്ള പഠനത്തിൽ തന്നെയാണ് കുട്ടനാട്ടിൻ്റെ മണ്ണിനടിയിലെ ഒത്തിരി കോടികൾ വില മതിക്കുന്ന കാർബൺ നിക്ഷേപം ഉണ്ടെന്നും വേറൊന്നുമല്ല, അങ്ങനെ വളരെയേറെ സാധ്യതകളെ പറ്റി കുട്ടനാടിനെ പറ്റി പറയുന്നുണ്ട്. ഇതൊന്നും അല്ലാതെ കണ്ട് ഇപ്പം ഇവിടെ ജീവിച്ച് പോകുന്ന കുട്ടനാട്ടിലെ കർഷകരെ, അല്ലെങ്കിൽ ഇവിടുത്തെ ജീവനക്കാർ, ഇവിടെ ഉള്ള ആൾക്കാർക്ക് ഇവിടുത്തെ ടൂറിസവും ഇവിടുത്തെ വെള്ളവും ഇവിടുത്തെ മീനും വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നല്ലൊരു നാടിന്, നല്ലൊരു തലമുറയ്ക്ക് ഇവിടെ വളരെയേറെ അവസരങ്ങളുണ്ടെന്നുള്ളത് തെളിയിക്കാനുള്ളൊരു ശ്രമവും കൂടെ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, സാറിൻ്റെ ഭാഗത്തു നിന്ന് സാർ പറയുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് സാറിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സജഷൻസ് എന്തൊക്കെയാണ്? എനിക്ക് പറയുമ്പോഴത്തേക്കും വളരെ കാര്യമായിട്ട് പറയാനുള്ളത്, കുട്ടനാട്ടിനെ മാത്രമായിട്ടൊന്ന് വെറുതെ വിടുക. എന്നുവെച്ചാൽ കുട്ടനാട്ടിലെല്ലാം ഉണ്ട്. ഒരു 100 വർഷത്തേക്ക് പണിയുവാനുള്ള മണ്ണ് ഞങ്ങളുടെ നാട്ടിൽ വെള്ളത്തിൽ കിടപ്പുണ്ട്. ഇവിടുത്തെ കട്ടയെടുത്ത്
ഈ ഇവിടുത്തെ കരയ്ക്ക് ഇടുകയാണെങ്കിൽ അത്രയും ഫെർട്ടൈലായിട്ടുള്ള, ഞങ്ങൾ കട്ടയെന്ന് പറയുന്ന ആറ്റുകെട്ട, അത്രയും ഫെർട്ടൈലായിട്ടുള്ള മണ്ണാണ്. ഈ മണ്ണ് ഞങ്ങൾക്ക് എടുക്കുവാനുള്ള സമയവും അല്ലെങ്കിൽ എടുക്കുവാനുള്ള അവസരങ്ങളും എടുക്കുവാനുള്ള അവകാശവും തരികയാണെങ്കിൽ ഈ കുട്ടനാട്ടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് ഞങ്ങൾക്ക് വളരെയേറെ സംരക്ഷിക്കുവാൻ സാധിക്കും. ഇവിടുത്തെ ഒഴുക്ക് നന്നായിട്ട് ആറ്റിലെ ഒഴുക്ക് നന്നായിട്ട് വന്നു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ പീച്ച് ഒത്തിരി നന്നാവും. വെള്ളത്തിൻ്റെ പീച്ച് നന്നാവുമ്പോഴത്തേക്കും ഞങ്ങളുടെ കൃഷിഭൂമിയുടെ പീച്ച് റെഡിയാവും. ഇങ്ങനെ ആ ഒരു ലെവൽ. ഇത് കൂടാതെ കണ്ട് ഈ സാമ്പത്തിക അടിസ്ഥാനത്തിലാണെന്നുണ്ടെങ്കിൽ പമ്പയം മുതൽ ഇങ്ങോട്ട് കിടക്കുന്ന മണ്ണിൻ്റെ ക്വാണ്ടിറ്റി ആണെങ്കിൽ മണ്ണിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് നിർവചിക്കാൻ പറ്റില്ല. അത്രയേറെ കോടികൾ വിലയുള്ള മണ്ണ് നമ്മുടെ വെള്ളത്തിൽ കിടപ്പുണ്ട്. ഇത് നമ്മുടെ നാട് എടുക്കുകയാണെങ്കിൽ, സർക്കാർ എടുക്കുകയാണെങ്കിൽ സർക്കാരിനും വരുമാനം ഉണ്ടാവും. ഞങ്ങൾക്ക് വെള്ളം വളരെ ഈ വെള്ളപ്പൊക്കത്തിൽ നിന്ന് ഞങ്ങളുടെ നാടിനെ രക്ഷിക്കുവാൻ സാധിക്കും. ഇങ്ങനെ കുട്ടനാടിൻ്റെ സാധ്യതകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ പരിമിതമായിട്ടുള്ള അറിവുകൾ വെച്ച് പറയുന്നതിനെക്കാട്ടിയും വളരെയേറെ വലുതാണ് കുട്ടനാടിൻ്റെ സാധ്യതകൾ എന്ന് പറയുന്നത്. പക്ഷേ ആദ്യമേ വേണ്ടത് കുട്ടനാടിനെ ഇഷ്ടപ്പെടുന്ന ജീവനക്കാർ, കുട്ടനാടിനെ ഇഷ്ടപ്പെടുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ, കുട്ടനാടിനെ അറിയാവുന്ന ജനപ്രതിനിധികൾ, അവർ മുൻകൈ എടുക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പ്രളയത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ്, കഴിഞ്ഞ പ്രളയത്തെക്കുറിച്ചിട്ട് എന്ത് ഓർമ്മയാണ് സാറിന് ഇപ്പോൾ ഉള്ളത് പറയാനുള്ളത്? വളരെ എൻ്റെ ഒരു കുട്ടനാട്ടിൽ എന്ന നിലയ്ക്ക് ഞാൻ പറയുകയാണ്, ശരിക്കും പ്രളയം ഞങ്ങൾക്കെല്ലാം ഒത്തിരിയേറെ നഷ്ടങ്ങൾ വരുത്തിയെങ്കിലും ശരിക്കും ഞാൻ ആ പ്രളയം ഞാനും എൻ്റെ വൈഫും എൻ്റെ 2 പിള്ളേരും മാത്രമേ ഈ നാട്ടിലുണ്ടായിരുന്നുള്ളൂ. കാരണം അന്ന് എല്ലാവരും ഇവിടം ഉപേക്ഷിച്ച് പോയപ്പോഴത്തേക്കും ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മുഴുവൻ ഈ നാട്ടിലാണ്. അപ്പം ഉപേക്ഷിച്ച് അങ്ങനെ പോയി കഴിഞ്ഞാൽ തിരിച്ച ഒരു സ്നേഹം വന്നില്ലെങ്കിലോ അല്ലെങ്കിൽ ആ നഷ്ടത്തിൻ്റെ ഭീകരത ഓർത്ത് വേറൊരു ചിന്ത വന്നെങ്കിലോ എന്ന് കരുതി ഞങ്ങൾ മാത്രമേ അന്ന് ഈ നാട്ടിൽ നിന്ന് പോകാതിരുന്നുള്ളൂ. ഈ റിസോർട്ടിൻ്റെ ഈ 2ാം നിലയിലെ ഞങ്ങൾ ഏകദേശം ഒരു 15 ദിവസത്തോളം കഴിച്ചുകൂട്ടി. പിന്നെ ഭാഗ്യത്തിന് റിസോർട്ടായതുകൊണ്ട് ആവശ്യത്തിനുള്ള ഭക്ഷണ സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ പ്രളയം വളരെയേറെ ഒരു ദുരിതമാണ് നാടിന് സമ്മാനിച്ചതെങ്കിലും പ്രളയം മൂലം ഒത്തിരിയേറെ മാറ്റങ്ങളും നാട്ടിൽ വരികയുണ്ടായി. കാരണം വെച്ച് കഴിഞ്ഞാൽ അന്ന് വരെ ഒരു പരിധിവരെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബന്ധവും സ്നേഹവും ഇല്ലായിരുന്ന ആൾക്കാർ ഒരു പ്രളയം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എങ്ങനെയെങ്കിലും സഹായിക്കണം എന്നുള്ള ആ ഒരു ബന്ധങ്ങൾ. കാര്യം ഇപ്പോഴാണെങ്കിലും നമുക്ക് ആൾക്കാർക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും എന്ത് നമ്മൾ നേടിയെന്ന് പറഞ്ഞാലും മനുഷ്യർ തമ്മിലുള്ള ബന്ധവും സ്നേഹമാണ് ഏറ്റവും വലുതെന്നും അത് നമുക്ക് കൈ മുതലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ നമുക്ക് സ്വർഗമായിട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ള ഇപ്പോഴും ഞങ്ങളൊരു കഥകളിലൂടെ ഇങ്ങനെ പറയാറുണ്ട്. സർ, ഒരു കർഷകൻ എന്നുള്ള രീതിയിൽ താങ്കൾക്ക് എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഒരു തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്? ഈ കർഷകൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു സാമ്പത്തിക നഷ്ടത്തെ പറ്റിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കർഷകൻ എന്ന നിലയിൽ കഴിഞ്ഞാൽ ഒരു 80% തോൽവി തന്നെയാണ്. ഞാൻ നേരത്തെ ഏതാണ് പറഞ്ഞത്, 10 ഏക്കർ നമ്മൾ നിലം കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ വർഷത്തിൽ 5 മാസമാണ് നമുക്ക് ജോലിയുള്ളത്. പോയിട്ടുള്ള 7 മാസം നമുക്ക് യാതൊരു ജോലിയില്ല. ഒരു കർഷകന് മാത്രമാണ് എന്നുണ്ടെങ്കിൽ കർഷക വൃത്തി മാത്രമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അപ്പോൾ ഈ 7 മാസം കൊണ്ട് ശരിക്കും ഞങ്ങളൊക്കെ ഞാൻ ഈ ഒരു വേറെ ഇത് വിട്ട് വേറെ ലെവലിലേക്ക് മാറിയത് തന്നെയാണ്. കർഷകൻ്റെ ജോലി ഒരു 6 മാസം അല്ലെ 4 മാസത്തെ കൃഷിഭൂമി ഇതുള്ളൂ. അത് കഴിഞ്ഞ ശേഷമുള്ള സമയം വെറുതെ ഇരിക്കുക. അങ്ങനെയാണ് ഞങ്ങളൊക്കെ ഈ ഒരു ബിസിനസ് രംഗത്തോട്ടും അത് നമുക്ക് എത്രത്തോളം ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള നിലയിലോട്ട് മാറാൻ സാധിച്ചത്. പക്ഷേ കർഷകൻ മാത്രമായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും നഷ്ടങ്ങളുടെ കഥ മാത്രമാണ്. സർ, ഒരു കൃഷി എന്ന് പറയുന്നതോടെ അതിൻ്റെ ഒരു താല്പര്യം ഉള്ളത് കൊണ്ടാണ്, ഒരു കർഷകൻ്റെ ജീവിതം എങ്ങനെയുള്ളതായിരിക്കും എപ്പോഴും? ശരിക്കും കർഷകൻ്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർഷകൻ ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ ഞങ്ങൾ ഒത്തിരിയേറെ അധ്വാനികളാണ്. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കൃഷിക്കാരെന്ന് പറഞ്ഞാൽ. പക്ഷെ ഞങ്ങളുടെ ലാഭത്തെപ്പറ്റി ഞങ്ങൾ അത്ര വലിയ കണക്കൂട്ടലില്ലാത്തവരുമാണ്. അപ്പം അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം ഈ സമൂഹത്തിലെ മറ്റുള്ള നമ്മുടെ ഏത് ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെ കൂടുതൽ സമ്പാദിക്കാം, എങ്ങനെ കൂടുതൽ നമുക്ക് പിടിച്ചടക്കാം, അല്ലെ ആ ഒരു വാശിപ്പുറത്ത് പോകുന്നവരാണ് നമുക്ക് ചുറ്റുമുള്ള എവിടെ ചെന്നാലും. പക്ഷേ ഒരു കാർഷിക മേഖലയോട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഗ്രാമങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ ഉള്ളത് കൊണ്ട് വളരെ മര്യാദയ്ക്ക്, കാരണം വെച്ചാൽ അവൻ്റെ ഒരു അത്യാവശ്യം വരുന്ന ആഘോഷങ്ങളിലൊക്കെ അവൻ നന്നായിട്ട് ആഘോഷിക്കും. എങ്കിലും ഒരു വലിയ ദൂരത്തില്ലാതെ കണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ പറ്റി അങ്ങനെ അധികം തങ്ങളിൽ വളരെ സ്നേഹത്തോടെ ഇഷ്ടത്തോടെയും സഹവസിക്കുന്ന ഒരു ജനതയാണ്. ഒന്നുമില്ലെങ്കിൽ അവരുടെ, ഞാൻ മുൻപ് സൂചിപ്പിച്ച പോലെ അവരുടെ ജീവിതത്തിൻ്റെ അർത്ഥം തന്നെ ഒരു ജനതയെ തീറ്റിപ്പോറ്റാനും വേണ്ടി അഹോരാത്രം വർക്ക് ചെയ്യാൻ വിധിക്കപ്പെട്ട, കാരണം വെച്ച് കഴിഞ്ഞാൽ അവന് നെൽകൃഷി മാത്രം ചെയ്യാനേ അവകാശമുള്ളൂ. അപ്പം അവനതിന് മാത്രമേ നിലനിൽപ്പുള്ളൂ. അപ്പം അവൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നിസ്സാരമല്ല, മറ്റുള്ളവരെക്കാട്ടിയൊക്കെ ഒത്തിരി ഒത്തിരി വലുതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ
കുട്ടനാടെന്ന് പറയുന്നത് കേരളത്തിൻ്റെ നെല്ലറയാണ്. അപ്പം ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് കേരളത്തിലെ കുട്ടനാടാണ്. അപ്പം അവൻ്റെ ജീവിത ദൗത്യം അവൻ വൃത്തിയായിട്ട് ഏറ്റെടുക്കുമ്പോഴത്തേക്കും അത് വളരെ ശാന്തമായിട്ടുള്ള ഒന്നാണ്. ശരിക്കും എല്ലാ കർഷകനും അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു അംഗീകാരം കിട്ടാറുണ്ടോ സർ? ശരിക്കും കർഷകന് അംഗീകാരം എന്ന് പറഞ്ഞാൽ നമുക്കിതിനെ മനസ്സിലാക്കാൻ പറ്റും. കർഷകർക്ക് അതൊരു കുറ്റപ്പെടുത്തലല്ല എനിക്ക്. കാരണം വെച്ചാൽ ഞങ്ങൾക്ക് അതിനകത്ത് ഒത്തിരി അഭിമാനമുണ്ട്. ഞങ്ങളൊരു കർഷകരായതിനകത്ത് ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു അംഗീകാരം കിട്ടണമെന്ന് ഞങ്ങൾക്ക് അങ്ങനെ വലിയ വാശിയുമില്ല. അത് എൻ്റെ പ്രധാന കാരണം വേണമെന്നില്ല, ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ഉത്തരവാദിത്വം. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ വെറുതെ നമുക്ക് കുറ്റം പറയേണ്ടതാണ്, ഞങ്ങൾക്ക് അതില്ല ഇതില്ല, അങ്ങനെ വെറുതെ ഒരു എന്താണേലും ഞങ്ങൾക്ക് കൃഷി ചെയ്തേ പറ്റുള്ളൂ. അത് ഞങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടവുമാണ്. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞങ്ങളെന്ന് പറയുന്നത് ഒരു നാടിന് അന്നം കൊടുക്കുന്നവരാണ്. അപ്പോൾ ആ തൊഴിൽ ഞങ്ങൾ ഇഷ്ടമായിട്ട് തന്നെ ചെയ്യുന്നതാണ്. അത് ഞങ്ങളുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഇവിടെ നാളെ മുതൽ ഇവിടെ ആരും കൃഷി ചെയ്യണമെന്ന് പറഞ്ഞാലും നിയമം വന്നാൽ പോലും ഇവർ ഈ പണി മാത്രമേ ചെയ്യുള്ളൂ. ചിലവർക്കതേ അറിയുള്ളൂ. സാർ ഒരു ഹോട്ടൽ ബിസിനസ്സിൽ കൂടെ നടത്തുന്നുണ്ട്, അതിൻ്റെ അകത്ത് വരുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്താണ്? ഈ ഹോട്ടൽ ബിസിനസ് എന്ന് പറയുമ്പോൾ പൊതുവേ കേട്ടിട്ടുള്ള എല്ലാവരും ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയായിട്ടാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റാഫ് മെയിൻ്റനൻസ് നടത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയൊക്കെ ഒരു ശ്രുതി ഹോട്ടൽ ബിസിനസ്സിനെ പറ്റിയുണ്ട്. ഇപ്പം ഞാൻ തന്നെയാണെങ്കിലും ആദ്യം ഹോട്ടൽ ബിസിനസ് ഇറങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് അടുത്ത് അറിയാവുന്ന കുറച്ച് പേരെന്നോട് ചോദിച്ചു എന്ത് പരിചയമുണ്ട് ഹോട്ടൽ ബിസിനസ് നടത്തി, അല്ല ഹോട്ടൽ നടത്തി. അപ്പം ഞങ്ങൾ ആകെ കൈമുതലായിട്ട് ഞങ്ങൾ പറഞ്ഞു തന്നത് ഹോട്ടലിൽ പോയി പരിചയമുണ്ട്. കാരണം വെച്ചാൽ പണ്ട് മുതലേ ഫാമിലിയായിട്ട് കുടുംബമായിട്ട് പുറത്ത് പോയി നല്ല റെസ്റ്റോറൻറ്റുകളിൽ പോയി ഭക്ഷണം കഴിച്ചൊരു ശീലമുണ്ട്. അപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് കിട്ടാതെ വരുമ്പോഴത്തേക്കും നമുക്ക് ഉള്ളിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കൊടുക്കുവാൻ ശ്രമിച്ചാലോ? ശരിക്കും ആ ഒരു ശ്രമമാണ് ഞങ്ങൾക്ക് ഇവിടെ വിജയിപ്പിക്കാൻ പറ്റിയത്. ഈ ഒരു റെസ്റ്റോറൻറ്റിൽ ചെന്ന് വെച്ചാൽ നമ്മൾ ഒരു വലിയൊരു മെനു കാർഡ് എടുത്തിട്ട് നമ്മൾ വെറുതെ കണ്ണ് ഓടിച്ച് ഏത് വേണമെന്ന് നമ്മളിങ്ങനെ മനസ്സ് തേങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ പരിചയമുള്ള ഏതെങ്കിലും കാണുമ്പോഴത്തേക്കും നമ്മൾ അവസാനം ഒരു പരിചയമുള്ള വെയിറ്റ് ഉണ്ടെങ്കിൽ ചോദിക്കും ഏതായിരിക്കും എളുപ്പം കിട്ടുന്നത്. അങ്ങനെ നമ്മൾ ആ വെയിറ്ററുടെ സഹായത്തോടെ അല്ലെങ്കിൽ നമ്മൾ കണ്ണിൽ കാണുന്ന ഏതെങ്കിലും ഇതിൻ്റെ സഹായത്തോടെ ഫിറ്റ് ഡിഷ് ഓർഡർ ചെയ്യുകയാണ്. ഇതിന് വിപരീതമായിട്ട് ഞങ്ങൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ശരിക്കും ഞങ്ങൾ അറിയപ്പെടുന്ന ഒരു കുട്ടനാട്ട് ബേസായിട്ടുള്ള ഒരു ഫേമായിട്ടാണ്. ഈ കുട്ടനാട്ടുകാരൻ എന്നുള്ള അല്ലെ കുട്ടനാട്ടുകാരൻ്റെ ഒരു പ്രൊജക്റ്റ് എന്ന നിലയിൽ ഞങ്ങളുടെ ഒരു സ്ഥാപനങ്ങളിൽ വരുന്നവർക്കും ചില വിചാരങ്ങൾ, ചില ആഗ്രഹങ്ങളുണ്ട്. ഒരു കുട്ടനാട് ഡിഷ് അല്ലെങ്കിൽ കുട്ടനാട്ടിൽ നിന്നുള്ള ഒരു നല്ല ഡിഷ് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഞങ്ങളെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന ഞങ്ങളുടെ ഉൽപ്പന്നം എന്ന് പറയുന്നതാണ് ഒന്ന് കുട്ടനാടൻ താറാവ് അല്ലെങ്കിൽ കുട്ടനാടൻ കരിമീന്. പിന്നെ ഈ താറാവും പുട്ടും അല്ലെങ്കിൽ പാലപ്പവും കരിമീനും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു കോമ്പിനേഷനാണ്. അത് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്ത് അതിനകത്ത് മാത്രം ശ്രദ്ധിക്കുക, അത് മാത്രം കൊടുക്കുക എന്നുള്ള ഒരു നിലപാടിലായിരുന്നു ഞങ്ങൾ ആദ്യം. അവിടെ നിന്നാണ് ഞങ്ങൾ രണ്ടാമതാണ് ഞങ്ങൾ മീൽസ് തന്നെ തുടങ്ങിയത്. പക്ഷേ ആദ്യം കുട്ടനാട്ടിൽ ഞങ്ങളുടെ റെസ്റ്റോറൻറ്റ് വരുമ്പോഴത്തേക്കും ഞങ്ങളുടെയിലുള്ള ഏറ്റവും നല്ല ഐറ്റം അത് ഞങ്ങൾ ഏറ്റവും വൃത്തിയായിട്ട് കൊടുത്തപ്പോഴത്തേക്കും ശരിക്കും നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് ആൾക്കാർ. ചില ആൾക്കാർ ഉദ്ദേശിച്ച് വന്നത് തന്നെയാണ്. നമ്മൾ പറയുമല്ലോ, നമ്മൾ കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ കോഴിക്കോടൻ ബിരിയാണി കഴിക്കാം, അത് ഏതൊരാളും ഓട്ടോമാറ്റിക്കായിട്ട് പറഞ്ഞു പോകുന്ന ഒരു ഭാഷയാണ്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ തന്നെ ഞങ്ങളും പറഞ്ഞു കുട്ടനാട്ടിൽ വന്നു കഴിഞ്ഞാലും കുട്ടനാട്ടിനൊരു പ്രോഡക്റ്റ് ഉണ്ട്, അത് കഴിക്കുന്ന അത് തനതായിട്ട് കൊടുക്കുന്ന ഒരു സ്ഥലം വേണമെങ്കിൽ നമുക്ക് അതിനകത്ത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെയാണ് കുട്ടനാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ എവിസ് ചെന്ന് കഴിഞ്ഞാൽ എവിസിൽ കരിമീൻ മോളി എന്ന് പറയുന്നത് ഞങ്ങൾക്കറിയാം അങ്ങനെ ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റാണ് തേങ്ങാപ്പാലൊഴിച്ച കരിമീൻ മോളി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ താറാവ് മപ്പാസ്, പിന്നെ താറാവിൻ്റെ തന്നെ ഒരു AFD നമ്മളുടെ ഒരു ഏവിസ് ഫ്രൈഡൊക്കെ എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഞങ്ങൾ ഇറക്കുന്നത്. ഒരു 4 മണിക്കൂറോളം പ്രോസസ്സ് ചെയ്തെടുക്കുന്നതാണ്. വളരെയേറെ, കാരണം വെച്ചാൽ അതൊക്കെ വളരെ രുചിക്കൂട്ടുകളാണ്. ഏകദേശം 4 മണിക്കൂർ എടുത്താണ് ആ താറാവ് അത് കറിയായിട്ട് വരുന്നത്. അപ്പം അങ്ങനത്തെ 1-2 ഐറ്റങ്ങൾ ഞങ്ങളുടെ ഒരു സിഗ്നേച്ചർ പ്രോഡക്റ്റായിട്ട് ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ശരിക്കും ആൾക്കാർ നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. അതിനെ ഒരു നാടിൻ്റെ ഉൽപ്പന്നം അല്ല നാടിൻ്റെ ഇഷ്ടമുള്ള ഭക്ഷണം അതിനെ ആൾക്കാർ സ്വീകരിക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്കും ഞങ്ങൾക്ക് മനസ്സിലായി പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യേണ്ടത് നമ്മളാണ്. കാരണം വെച്ചാൽ നമുക്ക് എന്ത് നന്നായിട്ട് കൊടുക്കാൻ പറ്റും അത് തീർച്ചയായിട്ടും ഭക്ഷണം കഴിക്കാൻ വരുന്നവർ വളരെ നന്നായിട്ട് ആസ്വദിച്ചോളും. നേരെ മറിച്ച് കഴിക്കാൻ വരുന്നവരുടെ ടേസ്റ്റിനനുസരിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മളൊരിക്കലും അത് തമ്മിൽ മാച്ചാകില്ല. നമുക്കറിയാവുന്നത് നമുക്ക് ഏറ്റവും വൃത്തിയായിട്ട് ചെയ്യുക. കാരണം വെച്ചാൽ നമുക്ക് ഒരു മാസിനെ ഒരേപോലെ തൃപ്തിപ്പെടുത്താൻ പറ്റില്ല, പക്ഷെ നമുക്ക് നമ്മളെ തൃപ്തിപ്പെടുത്താൻ പറ്റും. നമുക്കിഷ്ടമുള്ളത് നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെടുന്ന ഒരു നല്ല വിഭാഗം കസ്റ്റമേഴ്സ് ഉണ്ട്. ആ ഒരു സീക്രട്ട്
നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു ടെൻഷൻ ഇല്ലാണ്ട് പോകാൻ പറ്റും. ശരിക്കും അതാണ് ഞങ്ങൾക്ക് വിജയിച്ച് കിട്ടിയിരിക്കുന്നത്. കുട്ടനാടിൻ്റെ ഡിഷ് ഇഷ്ടപ്പെട്ട് വരുന്നവരുണ്ട്, അവർക്ക് വളരെയേറെ ഇഷ്ടമാണ്. ചിലർക്ക് താറാവ് ഇഷ്ടമല്ല, അവിടെയൊക്കെ നമ്മൾ താറാവ് കൊടുക്കാന്ന് പറഞ്ഞാൽ പറ്റില്ല. പക്ഷേ അത് താറാവ് ഇഷ്ടപ്പെട്ട് വരുന്നവർക്ക് നമ്മൾ അത് ഏറ്റവും നല്ല ഡിഷ് നന്നായിട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് ഞങ്ങൾക്ക് ശരിക്കും പ്രതിഫലിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഞങ്ങൾ ഈ പുട്ടുപൊടിയെക്കാട്ടി മുകളിൽ ഈ ഏവീസ് എന്ന ബ്രാൻഡ് ഭക്ഷണത്തിലൂടെ ജനപ്രിയമായത്. വെരി ഗുഡ്. എന്തായാലും ഞാനും കഴിച്ചു നോക്കിയതാണ്, എനിക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു ഡിഷാണ് സാർ പറഞ്ഞത്, താറാവ് പാസ്ത. ശരിക്കും ഞങ്ങളത് ഞങ്ങളുടെ ഷെഫ്മാരുടെ അടുക്കൽ ഞാൻ മിക്ക ദിവസങ്ങളിലും ഞങ്ങൾ അവരുമായിട്ട് മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എപ്പോഴും ഞാൻ അവരെ ഓർപ്പിക്കുന്നൊരു കാര്യമാണ്, നമ്മൾ ഡിഷ് ഉണ്ടാക്കിയിട്ട് ഒരാളോട് കൊടുത്തിട്ട് എങ്ങനെയുണ്ട് എന്ന് നമ്മളെല്ലാവരും ചോദിക്കുന്നതാണ്. ആ ചോദ്യം ചോദിക്കരുതെന്ന് പറയുന്നത്. കാരണം നമുക്ക് തന്നെ ഉള്ളിൽ അറിയാൻ പറ്റണം ഇതിൻ്റെ മുകളിൽ ഇതിന് നന്നാകാനില്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു സാറ്റിസ്ഫാക്ഷൻ. അത് നമ്മളിലുണ്ടോ നമ്മുടെ ഉൽപ്പന്നം ഒരിക്കലും തോക്കില്ല. നേരെ മറിച്ച് നമ്മളൊരാൾക്ക് കൊടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ടെൻഷനില്ല, ശരിയാകൂല്ലോ എന്നുവെച്ചാൽ നമ്മളൊന്ന് ഒപ്പിച്ച് റെഡിയാക്കി കൊടുക്കുക. അങ്ങനെ നമ്മൾ ഒപ്പിക്കുകയും ചെയ്യരുത്, റെഡിയാക്കുകയും ചെയ്യരുത്. നമ്മൾ അതിൻ്റെ ഒരു ഫ്ലോ ഉണ്ട്, ചെയ്യേണ്ട രീതിയിൽ തന്നെ നമ്മൾ ചെയ്തേ. അപ്പോൾ നമുക്കറിയാൻ പറ്റും ഇതിൻ്റെ മുകളിൽ ഇതിൻ്റെ നന്നാകാനില്ല. ഇത് മനസ്സിലുണ്ടെങ്കിൽ അങ്ങനെ ഇത് മനസ്സിൽ വെച്ച് ചെയ്യുന്ന ഷെഫുമാർ നമ്മുടെ യൂണിറ്റിലുണ്ടെങ്കിൽ ആ പ്രൊജക്റ്റ് ഒരിക്കലും തോക്കില്ല. ഏറ്റവും ബെസ്റ്റാണ് കൊടുക്കണമെന്നുള്ളത് കോൺഫിഡൻറ്റ് അവർക്കുണ്ടാകും. സർ, ഈ കർഷക മേഖലയിൽ ഒരുപാട് യുവാക്കൾ ഇപ്പോൾ തിരിഞ്ഞു വരുന്നുണ്ട്, എസ്പെഷ്യലി യങ് ജനറേഷൻ കുറേ പേര് വരുന്നുണ്ട്. അവരോട് ആയിട്ട് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഞങ്ങളിപ്പോൾ അതിൻ്റെ ഒരു പ്രൊജക്റ്റ് ഇപ്പം ചെറിയ രീതിയിൽ തുടങ്ങുന്നത്. കാരണം ഇതുപോലെ എപ്പോഴും നമ്മൾ ഈ ആരെയാണെങ്കിലും നമ്മൾ ഇതിനകത്തോട്ട് ഇൻട്രസ്റ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്താൽ നന്നാകുമെന്ന് പറഞ്ഞാൽ ചിലർക്ക് ആ ഒരു ധൈര്യം കിട്ടില്ല. അതാണ് ഞങ്ങളിപ്പം ഞങ്ങളിപ്പം എനിക്കൊരു ഫാമുണ്ട്. ആ ഫാമിൽ ഞങ്ങൾ ഇപ്പോൾ എനിക്ക് ഏകദേശം അവിടെ ഒരു 250 മുകളിലെ മാവുകൾ 40 വെറൈറ്റിക്ക് മുകളിലുണ്ട്. ഇതും അതിനകത്ത് ഏറിയ പങ്കും തായ്വാൻ, തായ്ലൻഡ് ആ ഏരിയയിൽ നിന്നുള്ളതാണ്. ഏറ്റവും നല്ല മേത്തരം മാവുകൾ. ഇത് കൂടാണ്ട് നമ്മുടെ ഇവിടെയുള്ള കേരളത്തിൽ നിന്നുള്ള നല്ല ബ്രാൻഡുകളുമുണ്ട്. അൽഫോൻസയുണ്ട്. അപ്പം അത് ഇപ്പം പൂക്കാൻ തുടങ്ങി. ഇപ്പോൾ 4 വർഷമായി. ഇപ്പോൾ കഴിഞ്ഞ വർഷം കുറച്ച് പൂത്തു. അത് ഈ വർഷം എനിക്ക് തോന്നുന്ന എല്ലാ മാവുകളും തന്നെ പൂത്തേക്കും. അപ്പം അതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ അടുപ്പിച്ച് വെക്കുന്നത്, ഒത്തിരി മേലോട്ട് അധികം പൊക്കം കൂട്ടാതെ ഉണ്ട്. അപ്പം കുട്ടനാടിൻ്റെ ഒരു രീതി അനുസരിച്ച് ഇവിടെ വെള്ളപ്പൊക്കം വരുമ്പോഴത്തേക്കും ഇതുങ്ങൾക്കെല്ലാം ദോഷം വരാറുണ്ട്. അപ്പം ഞങ്ങളിതിനെ താഴെ വെച്ചിരിക്കുന്നതുകൊണ്ട് ഇത് കൂടാണ്ട് ട്രമ്മിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇതിൽ ഏതാണ് വിജയിക്കുന്നത് നമുക്ക് ഈ സൈഡ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ട്രമ്മിനകത്ത് വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഇതിനകത്ത് ഏറി നമുക്ക് ഇപ്പം തന്നെ പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന് നാംഡോക്കുമായി എന്നൊക്കെ പറയുന്ന ഏറ്റവും മേത്തരം മാവുകൾ, എന്ന് വെച്ചാൽ നമുക്ക് ഒരു കിലോയ്ക്ക് 350 രൂപ 400 രൂപ വില കിട്ടാവുന്ന മാവുകൾ. ഇത് ഞങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ തവണയാണെങ്കിൽ ഞങ്ങൾ ഇങ്ങനെയുള്ള നല്ല മാവുകൾ, നല്ല മാങ്ങ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു നല്ലൊരു വിപണിയാണ് ഞങ്ങളുടെ റെസ്റ്റോറൻറ്റ്. കാരണം ചില കസ്റ്റമർക്ക് ഏറ്റവും നല്ല പ്രോഡക്റ്റ് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വിലയല്ല പ്രശ്നം, നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് കിട്ടാന്നുള്ളതാണ്. അപ്പം ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ 250 തരം മാവുകളുണ്ട്. അപ്പം ഇപ്പം അത് ഞങ്ങളിപ്പോൾ വെച്ചിരിക്കുന്ന 1 ഏക്കർ 1.25 ഏക്കർ സ്ഥലത്തായിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പം നമുക്കൊരു 1/2 ഏക്കറുള്ള ഒരു പുരയിടമാണെങ്കിൽ പോലും ഈ ട്രമ്മിനകത്ത് നമുക്ക് മാവ് ഇവിടെ വിജയിപ്പിക്കാൻ പറ്റും എന്ന് എനിക്ക് ഈ വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആൾക്കാരെ കാണിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഞങ്ങൾ വേറൊന്ന് ചെയ്ത് ഹൈഡ്രോപോണിക്സ് ചെയ്തു. കുട്ടനാട്ടിൽ എങ്ങും തന്നെ ഹൈഡ്രോപോണിക്സിൻ്റെ ഇതില്ല. ഈ ലീഫി വെജിറ്റബിൾ അതിൻ്റെ ഒരു യൂണിറ്റ് ഞങ്ങൾ തുടങ്ങി. 2500 സ്ക്വയർ ഫീറ്റിൽ ഹൈഡ്രോപോണിക്സിൻ്റെ ഒരു ഫാം ചെയ്തിട്ട് അതിനകത്ത് ലീഫി വെജിറ്റബിൾ. അപ്പോൾ ആ ലീഫ് ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ വിൽക്കുന്നുണ്ട്. അതും വളരെ ഇൻട്രസ്റ്റഡ് ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ചെന്ന് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് അല്പം പോലും നമ്മൾ മരുന്നടിക്കുന്നില്ല, പിന്നെ പെസ്റ്റിസൈഡൊന്നും വരുന്നില്ല. അപ്പോൾ നേരിട്ട് നമുക്ക് പറിച്ച് കഴിക്കാൻ പറ്റും. ഇതൊക്കെ നമുക്ക് കുട്ടനാട്ടിൽ ഒത്തിരിയേറെ ഇതിങ്ങനെയുള്ള ഇഷ്ടംപോലെ സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പം പുതിയ യുവാക്കൾക്ക് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ട്രെയിനിലേക്ക് വെച്ചാൽ പിന്നെ ഉള്ള മെയിൻ പ്രോബ്ലം എന്ന് വെച്ചാൽ മാർക്കറ്റിംഗ് ആണ്. ഇപ്പോൾ എനിക്ക് ഇവിടെ ഒരു ഘടകമുള്ള എൻ്റെ റെസ്റ്റോറൻ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് നല്ല കസ്റ്റമേഴ്സും ഉണ്ട്, എനിക്കത് വിൽക്കുവാൻ സാധിക്കും. ഇനിയിപ്പം ഈ ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ സെയിൽ അത് ചില ഇടനിലക്കാരെ ഒഴിവാക്കി ഓൺലൈൻ വഴിയോ അല്ലെങ്കിൽ ഇഷ്ടംപോലെ സാധ്യതകളുണ്ടാകും. അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് വിൽക്കാനായിട്ട് നമ്മുടെ നാട്ടിലെ ആൾക്കാരും ഒത്തിരി മാറി. ഇപ്പം ഒത്തിരി ആരോഗ്യമുള്ള നല്ല ചിന്താഗതിയുള്ള വാങ്ങീരുകളെല്ലാം നേരത്തെ ഉള്ള രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഇവിടെ പരസ്യം കണ്ട് 1:1 ഇട്ട് കഴിഞ്ഞാൽ വാങ്ങിക്കുന്ന രീതിയായിരുന്നു. ഇപ്പം അത് മാറി. ആൾക്കാർ നല്ല സാധനങ്ങൾ സെലക്ട് ചെയ്ത് വാങ്ങിക്കാനുള്ള സിസ്റ്റത്തിലേക്ക് വന്നു.
അപ്പോഴത്തേക്കും ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളിലേക്ക് നമ്മളിപ്പോൾ ഇങ്ങനെ പറയുന്നതിന് പകരം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഔട്ട്ലെറ്റുകൾ ഞങ്ങൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഞങ്ങളിപ്പോൾ തുടങ്ങി. ഇപ്പോൾ ഈ വർഷം കഴിയുമ്പോഴത്തേക്കും മാവിൻ്റെ അറിയാൻ പറ്റും. ഇപ്പോൾ തന്നെ ഹൈഡ്രോപോണിക്സ് ഞങ്ങളത് വിജയമാക്കിയിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് ഹൈഡ്രോപോണിക്സിൻ്റെ ടൊമാറ്റോയും കുക്കുംബറും. അതും അതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണില്ലാതെ കൊണ്ട് വെള്ളത്തിൽ ആവശ്യമുള്ള ന്യൂട്രീഷൻ കൊടുത്ത് വളർത്തുന്ന രീതിയാണ് ഈ ഹൈഡ്രോപോണിക്സിൻ്റെ രീതി. അത് ഇപ്പോൾ ഞങ്ങൾ ലീഫി വെജിറ്റബിളെ ഞങ്ങൾ ഓക്കെ ആയിരുന്നു. പക്ഷേ ഞങ്ങൾ കുക്കുംബറെ ചെയ്തപ്പോഴത്തേക്കും ഞങ്ങൾക്ക് അത്ര ഇതായിട്ട് കിട്ടില്ല. കാരണം മറ്റൊന്നുമില്ല, ഞങ്ങൾക്ക് അങ്ങനെ വേണ്ട ഒരു വിദഗ്ധ പരിശീലനം കിട്ടാൻ ഞാൻ വിളിച്ചതാണ്. എന്നുവെച്ചാൽ ഈ ഫ്രൂട്ടി വെജിറ്റബിൾ ആകുമ്പോഴത്തേക്കും 3 ലെവൽ ന്യൂട്രീഷൻ കൊടുക്കണം. അപ്പം അതിനുള്ള ഇത് ഞങ്ങൾക്ക് കിട്ടിയപ്പോൾ ഞങ്ങൾ അടുത്ത ജനുവരി മുതൽ അതിൻ്റെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാധ്യതകൾ നമ്മുടെ നാട്ടിൽ വളരെയേറെ ഉണ്ട്. തീർച്ചയായിട്ടും അടുത്ത തലമുറ വെച്ചാൽ ഇപ്പം പോയിരിക്കുന്ന കുട്ടികളല്ല, ഇനി പോകാനുള്ള കുട്ടികൾ ഒരു പക്ഷേ ഇവിടെ തങ്ങാൻ ചാൻസ് ഒത്തിരി ഉണ്ട്. കൂടുതലാണ്. ഈ പണ്ട് എന്നെ ഏൽപ്പിച്ച താലന്ത് 5 താലന്ത് 10 ആക്കാൻ എനിക്ക് സാധിച്ചെങ്കിലും അതൊരു 6 or 7 എങ്കിലും ആക്കാൻ സാധിക്കുക എന്ന് പറയുന്നൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. കേരളത്തിലെ വലിയ ക്ഷാമം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും രാജാവ് കുട്ടനാട്ടിലുള്ള പൗരപ്രമുഖരെയാണ് വിളിച്ചത്. അങ്ങനെയാണ് മുരിക്കൽ മോട്ട് ലോകത്തിന് അവകാശം കൊടുത്തു. അദ്ദേഹം 3 കായലുണ്ടാക്കി. ആ 3 കായലാണ് റാണി ചിത്തിര മാർത്താണ്ഡ, അന്നത്തെ രാജാക്കന്മാരുടെ പേരിട്ടുകൊണ്ടാണ് ആ 3 കായലുണ്ടാക്കിയത്. ഇവിടെ ഏറ്റവും കൂടുതൽ മീൻ കൃഷി ചെയ്യാൻ പറ്റും. ആന്ധ്രയിലൊക്കെ ആണെങ്കിൽ 1 ഏക്കർ പാടത്തിന് ഈ 80,000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെ പാട്ടമുണ്ട് മീൻ കൃഷി ചെയ്യുന്നതിന്. ഈ കുട്ടനാട്ടിലേക്ക് വരുന്ന ജീവനക്കാരെല്ലാവരും തന്നെ ഏകദേശം പണിഷ്മെൻറ്റ് ട്രാൻസ്ഫറുമായിട്ട് വരുന്നവരാണ്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും കുട്ടനാട്ടിലോട് ഇഷ്ടപ്പെട്ട് വരുന്ന ഒരു ജീവനക്കാരല്ല വരുന്നത്. അപ്പം അദ്ദേഹത്തിന് അവിടെ ഒരു വോക്കിംഗ് സ്റ്റിക്കിൻ്റെ മാത്രം സഹായത്തോടെ ഈ ആൽപ്സിൻ്റെ ഏറ്റവും മുകളിൽ എത്താൻ സാധിച്ചെങ്കിൽ നമുക്ക് ഏറ്റവും താഴ്ന്ന പ്രദേശമായ കുട്ടനാട്ടിലെ ഹൗസ് ബോട്ടിലൊന്ന് കയറണമെങ്കിൽ സർക്കസ് പഠിച്ചാലേ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയേറെ അനുകൂലമുള്ള വെള്ളം ഇവിടെ ഉണ്ട് മീൻ വളർത്താനായിട്ട്. പക്ഷെ അതിന് വേണ്ട രീതികളോ അതിന് വേണ്ട സിസ്റ്റങ്ങളോ അതിന് വേണ്ട നിർവ്വാഹങ്ങളോ നടക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് കുട്ടനാടിനെ ഇഷ്ടപ്പെടുന്ന ജീവനക്കാർ, എസ്പെഷ്യലി സർക്കാർ ജീവനക്കാർ, കുട്ടനാടിനോട് താല്പര്യമുള്ളത്, കുട്ടനാട്ടുകാരായിട്ടുള്ളവർ, അവർ വന്നു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒത്തിരി മാറ്റം വരും.